എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സാമ്പത്തികം എന്നുള്ളത് നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണല്ലേ. നമ്മൾ കഷ്ടപ്പെടുന്നതും നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ കാര്യവും അതിനു വേണ്ടി മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഈ പല വഴിപാടും പൂജയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ചില ആളുകൾക്കെങ്കിലും ഇങ്ങനെ നിരന്തരമായിട്ട് ഇപ്പോൾ പൂജ മുടക്കം വല്ലാണ്ട് ചെയ്യാൻ പറ്റാറില്ല, അല്ലെങ്കിൽ അമ്പലത്തിൽ പോക്ക് അതൊക്കെ മുടക്കം കൂടാണ്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. ഒരു പക്ഷേ അവരുടെ പ്രാരാബ്ദം കൊണ്ടായിരിക്കാം, ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നം കാരണം ഈ ജോലിന്ന് ഒരു സമയം പോലും കിട്ടാത്ത അങ്ങനെയുള്ള, ഇപ്പോൾ രാത്രി പോകേണ്ട ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് വൈകി വീട്ടിലെത്തുന്ന ആൾക്കാരുണ്ടാവും, ഇങ്ങനെ പല ആൾക്കാരും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഭഗവതിയെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ചോളൂ. എന്നിട്ട് ദുർഗാം ദേവീം ശരണമഹം പ്രപദ്യേ ഈ ഒരു നാമം 108 തവണ ദിവസവും രാവിലെ എണീറ്റ് കുളിച്ചതിന് ശേഷം വിളക്ക് കൊളുത്തി ആ സമയത്ത് ഇരുന്ന് ജപിച്ചോളൂ. ദുർഗാം ദേവീം ശരണമഹം പ്രപദ്യേ, ദുർഗാം ദേവീം ശരണമഹം പ്രപദ്യേ ഈ ഒരു നാമം ജപിച്ചോളൂ. ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി ജപിച്ചോളൂ. മറ്റൊരു കാര്യം, ഈ ഒരു നാമം രാവിലെ ജപിക്കുക. രാത്രി ജപിക്കുന്നതൊട്ടും വൈകുന്നേരം ജപിക്കുന്നതൊട്ടും ശുഭകരമല്ല. അതുകൊണ്ട് രാവിലെ തന്നെ ജപിക്കുക. എല്ലാ ദിവസവും ജപിച്ചോളൂ. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും തന്ന് അമ്മ നമ്മളെ അനുഗ്രഹിക്കും. ഭഗവതിയുടെ എല്ലാ കൃപാകടാക്ഷങ്ങളും നമ്മുടെ മേലുണ്ടാവും. അപ്പോൾ ഓരോരുത്തരും വിചാരിച്ച ഓരോ കാര്യങ്ങളും നടക്കാനുള്ള അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.